2 കോടി രൂപയെന്ന ഉള്ളത് മാധ്യമ എന്താ ലാത്തി ചർച്ച പോകുന്നത്? ഒരാൾ പോയിട്ടില്ല. പരിക്കുകളോടെ ഞങ്ങളുടെ കുട്ടികളുടെ ഇരിപ്പുണ്ട്, എസ്എഫ്ഐയുടെ കുട്ടികൾ ഇരിപ്പുണ്ട്. SFIക്കാരൊന്ന് ഇരിക്കടാ അവിടെ. ഹിക്ക പറയുന്ന കേക്കടാ ഒന്ന്. എന്താണ് ഇക്ക SFIക്കാരെ കുണ്ടി പുളിഞ്ഞിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അവരോട് ഇരിക്കാൻ പറയുന്നത്? എൻ്റെ പൊന്ന് റഹീമിക്ക, ലുട്ടാപ്പി റഹീമിക്ക, ഒന്നൊന്നര മോട്ടിവേഷനാണ് നമ്മൾക്ക് പിള്ളേർക്കൊക്കെ കൊടുത്ത് പിള്ളേരെ അടിപൊളിപ്പിക്കാൻ ഇറക്കിയേക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടയാണ് എന്തോ പൊടിയടിച്ച് പിടിച്ചിരിക്കുന്ന കൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കേണ്ട താമസമേ ഉള്ളൂ. കൊടി മാത്രം നിങ്ങൾ കയ്യിലങ്ങോട്ട് പിടിച്ചാൽ മതി, ബാക്കിയെല്ലാം ഹിക്ക ഏറ്റ്. നിങ്ങളുടെ ഹിക്ക ഏറ്റെന്ന് പറഞ്ഞാണ്. ഇപ്പം അടി കൊണ്ട് കണ്ടം വഴി ഓടാൻ ഹിക്ക ഇല്ലായിരുന്നു, അടി കൊള്ളിപ്പിക്കാൻ ഹിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ SFI പിള്ളേരുടെ ചന്തയ്ക്കെല്ലാം നല്ല രീതിയിൽ പോലീസ് ലാത്തിയടി വെച്ചിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ റഹീമൊക്കെ നിന്ന് കരയുവാണ്. എടാ ഇരിക്കടാ, എടാ ഹിക്കായാണ് പറയുന്നത്. എൻ്റെ പൊന്നിക്ക, അമ്മാരെ അടി കൊണ്ട് അവിടെ മെഴുകുന്ന സമയത്ത് എങ്ങനെ അമ്മാരോട് നിങ്ങൾക്ക് ഇരിക്കാനൊന്ന് പറയാൻ സാധിച്ചു? ഒന്ന് ഓടാനൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എടാ തൊണ്ട അലറി കരഞ്ഞിട്ട് പോലും നീയൊക്കെ എന്താടാ ഒന്ന് കേൾക്കാത്തത്? ഒന്ന് ഇരിക്കുന്നൂടെടാ. എൻ്റെ ഇക്ക, അവന്മാർക്ക് നല്ല അടി, നല്ല അറഞ്ഞം പറഞ്ഞ അടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോലീസുകാർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇരിക്കാനുള്ള മോട്ടിവേഷൻ അവന്മാർക്ക് കിട്ടുന്നില്ലേക്ക. അപ്പം എന്തായാലും നമ്മുടെ റഹീമൊക്കെ പിള്ളേരെ എല്ലാം നല്ല മാന്യമായിട്ട് ക്ലാസ് സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിച്ച് നല്ലപോലെ ഇരുന്ന പിള്ളേർക്കെല്ലാം ഇല്ലാത്ത മോട്ടിവേഷനും കൊടുത്ത് വിട്ട് ഇപ്പം എല്ലാവരും മുമ്പിൽ നിന്ന് നിങ്ങൾ കൊടി മാത്രം എടുത്ത് മുമ്പേ നടന്നാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അടി വന്നപ്പോഴത്തേക്ക് കണ്ടം വഴി ഓടാൻ ആദ്യം ഹിക്ക മാത്രമേ മുമ്പിൽ നിന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും അടിയുണ്ട്, അറിഞ്ഞും പുറഞ്ഞ് അവിടെ കിടക്കുന്നതാണ് കണ്ടത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ ശേഷം നമ്മുടെ ഹിക്ക വന്ന് മെഴുകുന്നുണ്ട്. പിള്ളേർക്കെല്ലാം വേണ്ടാത്ത മോട്ടിവേഷനും കൊടുത്ത് പിള്ളേർക്കെല്ലാം അടിയും മേടിച്ച് കൊടുത്തിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക മക്കളെ, നിങ്ങളൊക്കെ ഇവരെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പഠിത്തവും സമയവും ഇതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ, അടികൊള്ളാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ കേട്, നിങ്ങളുടെ ശരീരത്തിന് കേട്, മാനനഷ്ടം, ധനനഷ്ടം, സാമ്പത്തിക നഷ്ടം. ആ അടിയെങ്ങാനും നിങ്ങളുടെ തലയിലെങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ തല പൊട്ടി പാളിസാവത്തില്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്കാണ്, നിങ്ങളെ ലൈഫാണ് അവിടെ സ്പോയിലാവുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറമേ നടക്കാതെ രാഷ്ട്രീയമാവാം, അത് നല്ല രാഷ്ട്രീയം, ഹെൽത്തി ആയിട്ടുള്ള രാഷ്ട്രീയം. ഇതുപോലെ പോയി ആക്രമണം ഉണ്ടാക്കി അടി മേടിച്ച് കൂട്ടുന്നതോ അല്ലെങ്കിൽ അടി തല്ലുകൂടുന്നതോ ഇതൊന്നുമല്ല രാഷ്ട്രീയം. നല്ല ഹെൽത്തി ആയിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുവരാൻ നോക്ക്. അപ്പം ഇവരൊക്കെ പറയുന്ന ഈ ഉണക്ക മോട്ടിവേഷൻ കൊടുത്ത് ഇവരെ ഇത് മോട്ടിവേഷൻ തന്നിട്ട് അവരവരെ മക്കളെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ വളർത്തുന്നുണ്ട്. ഈ മോട്ടിവേഷൻ തരുന്ന ഈ ഇതുപോലുള്ള ആളുകളെയൊക്കെ മക്കളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് വളരുന്നത്? നമ്മളെ കണ്ണുമുമ്പിൽ തന്നെ നമുക്ക് കാണാനേ ഉള്ളൂ. അപ്പം ഇവരെയൊക്കെ മോട്ടിവേഷൻ, ഈ വിഡ്ഢികളാക്കുന്ന മോട്ടിവേഷൻ കേട്ടുകൊണ്ട് നിങ്ങളെ ഫ്യൂച്ചർ നശിപ്പിക്കാതിരിക്കുക. നല്ലപോലെ പഠിച്ച് നല്ല ജോലി മേടിച്ച് ജീവിക്കാൻ നോക്കുക. എല്ലാം വേണം, രാഷ്ട്രീയവും വേണം. ഓക്കെ, എന്തായാലും ഇതിനൊക്കെ ശേഷം നമ്മുടെ SFI പിള്ളേർക്ക് അടി മേടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ഹിക്ക വന്ന് വീണ്ടും നല്ല മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഹിക്ക വന്ന് മെഴുകുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്നാലും ഹിക്കാക്ക് ഓരോ മാസവും എങ്ങനെയെങ്കിലുമൊക്കെ എയറിൽ പോകണമെന്നൊരു വാശി, എന്തോ ഒരു നമ്മൾ നീയത്തെടുക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവമാണ് ഹിക്ക ഇവിടെ ഓരോ മാസവും എയറിൽ പോകാനായിട്ട് വന്നേക്കുന്നത്. എന്നാൽ ഹിക്ക അതിന് ശേഷം മെഴുകുന്നുണ്ട്. ആ ഒരു മെഴുകലും കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. ആക്രമണം നടത്തിയാൽ, SFIക്കെതിരെ ആക്രമണം നടത്തിയാൽ പോലീസിനെയും KSUവിനെയും കണ്ടി പിള്ളേർ പോവാന്നാണ് കരുതിയേ. വന്നതിൽ ഒരാൾ പോയിട്ടില്ല. പോലീസ് ഏകപക്ഷീയമായി ലാത്തി ചാർജ് നടത്തിയില്ലേ? അങ്ങനെ ലാത്തി ചാർജ് ഏറ്റാൽ അങ്ങനെ പിരിഞ്ഞു പോകുന്നവരാണ് SFIക്കാരെന്ന് കരുതിയോ? ഇരിക്കുന്നുണ്ട് എല്ലാവരെയും. ഇവിടെ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം പോലീസാണ്.
പോലീസിന്റെ പോലീസിന്റെ പിള്ളേർക്ക് ഇല്ലാത്ത സംഘർഷത്തിന്റെ കാരണം വിജയിച്ചു. സ്വാഭാവികമായി പറയണം, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. അവിടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെ പിരിഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പിരിഞ്ഞുപോയി. ഇവിടെ എത്തുമ്പോഴേക്കും വളരെ പൊടുന്നനെ ഈ KSUക്കാർ SFIക്കാരെ ആക്രമിക്കുകയാണ്. SFIയുടെ വനിതാ സഖാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വലിയ കല്ലേറ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴോ വലിയ സംഘർഷാത്മകമായ സിറ്റുവേഷൻ ഞങ്ങളെല്ലാവരും ഇവിടെ നിയന്ത്രിച്ചു, ഇവിടെ ഇരുത്തി മുഴുവൻ പേരെയും വീണ്ടും അവിടെ നിന്ന് കല്ലേറാണ്, ഏകപക്ഷീയമായ കല്ലേറ്. അപ്പോൾ പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോണ്ടേ? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോകുന്നതിന് പകരം ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാനാണ് വന്നത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, വനിതകളെ പോലീസ് ആക്രമിക്കാണ്. ലാത്തി ചാർജ് എത്ര പേർക്ക് പരിക്കേറ്റ് നോക്ക്. എന്താ ലാത്തി ചാർജ് ഒക്കെ പോകുന്നതാണ്? ഒരാൾ പോയിട്ടില്ല. പരിക്കുകളോടെ ഞങ്ങളുടെ കുട്ടികളുടെ ഇരിപ്പുണ്ട്, SFIയുടെ കുട്ടികൾ ഇരിപ്പുണ്ട്. തീർച്ചയായും പ്രകോപനം അവിടെ നിന്ന് നേരിടുമ്പോൾ ആ പ്രകോപനം അവിടെ നേരിടാനുള്ള ഉറപ്പ് വേണ്ടേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ലേറ് വരുമ്പോൾ ആ കല്ലേറ് വരുന്ന സോഴ്സ് മനസ്സിലാക്കി അങ്ങോട്ട് പോയി നേരിടണ്ടേ? കല്ലേറ് വരുന്നിടത്തല്ലേ പോലീസ് പോകണ്ടേ? അവിടെയല്ലേ പോലീസ് നടപടി ഉണ്ടാവേണ്ടേ? സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി SFIയുടെ നേതാക്കൾ. അങ്ങനെ തുടങ്ങുന്നിടത്തേക്കാണോ പോലീസ് നടപടി വരേണ്ടത്? ജലപീരങ്കി ഇങ്ങോട്ടാണ് അടിക്കേണ്ടത്, അങ്ങോട്ടല്ലേ? നിങ്ങളെ കണ്ടില്ലേ ജലപീരങ്കി എങ്ങനെ കിടക്കുന്നത്? ജലപീരങ്കി ഏകപക്ഷീയ അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അല്ല അടിക്കേണ്ടേ? അതുകൊണ്ട് പോലീസ് ക്ഷണിച്ചു വരുത്തിയ വിനയാണിത്. അത് SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇവിടെയുണ്ട്. അവരവിടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയാണ്, പ്രതിഷേധക്കാരോട്. അവർ കൂടി ആലോചിച്ച് തീരുമാനിക്കും. എന്തിനാലും ഒരു കാര്യം ശരി, നീതിപൂർവമായി പോലീസ് പെരുമാറണം. അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കും. പോലീസ് പറയട്ടെ. വളരെ മാതൃകാപരമായി തെരഞ്ഞെടുപ്പ് വിജയിച്ച് മൃഗീയമായ തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടാണ് SFI സഖാക്കൾ പ്രകടനവുമായി പുറത്തേക്ക് വന്നത്. SFI രാജ്ഭവനിലേക്ക് പ്രകടനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ സമയം വൈകിയതുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവസാനിപ്പിക്കണമെന്നാണ് SFI കണ്ടത്. പ്രകടനം നടത്തി വരുന്ന വഴിക്കാണ് ഇവിടെ ചന്തയുടെ മുന്നിൽ KSUക്കാർ പ്രകടനം നടത്തി അവസാനിപ്പിച്ചിരുന്നത്. പ്രകടനം പാസ് പോകുമ്പോഴാണ് അന്യായമായി പ്രകടനം നടത്തി അവിടെ സംഘടിച്ചു നിന്ന മുഴുവൻ KSUക്കാരും SFI സഖാക്കൾക്ക് നേരെ കല്ലെറിയുന്നത്. സ്വാഭാവികമായി ആരാണോ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും അക്രമം നടത്തുന്നത്, അക്രമകാരികളാണ് പോലീസ് നേരിടേണ്ടത്. അതിനു പകരം പ്രകടനം നടത്തിപ്പോയ SFIക്കാരെ നെഞ്ചിലേക്ക് കയറാനാണ് കേരളത്തിലെ പോലീസ് തയ്യാറായത്. ഇത് ബോധപൂർവം KSUക്കാർ അച്ചാരം വാങ്ങി ഇവിടെ പോലീസ് അണിനിരത്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളുടെ വോട്ട് വാങ്ങി ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പോലീസിനെ അണിനിരത്തി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമോ എന്ന് KSU പരിശോധിച്ച. പക്ഷേ അങ്ങനെ KSU അണിനിരത്തിയാലൊന്നും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് ഇക്ക പറയുന്നത് അടി കൊണ്ട് പരിക്ക് പറ്റിയവരൊക്കെ അവിടെ ഇരിപ്പുണ്ടെന്ന്. എൻ്റെ പൊന്നിക്ക ഇത്രയും മോട്ടിവേഷൻ കൊടുത്തിട്ട് ഈ പിള്ളേരെയൊക്കെ അടി കൊള്ളിപ്പിച്ച് കൈയും കാലും തലും പോലീസിൻ്റെ ലാത്തി അടിക്ക് ഒടിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. ഉള്ളയാണോന്ന് അറിയത്തില്ല. അതോ നമ്മുടെ വീണ ജോർജിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ, പെടലി ഉളുക്ക്. അപ്പം അതുപോലുള്ള കഥകളാണെന്നൊന്നും അറിയത്തില്ല. അപ്പം തല്ല് പേടിപ്പിച്ച് കൊടുത്തിട്ട് ഇക്ക അവരെ ആശുപത്രി കൊണ്ടുപോകാനെങ്കിലുള്ള മനസ്സ് നിങ്ങൾ കാണിക്കും. അതുകൊണ്ട് അവർ അവിടെ ഇരിപ്പുണ്ടെന്ന് എന്ത് ഈസി ആയിട്ടാണ് പറയുന്നത്. ഇത് സ്വന്തം മകനോ മകളോ ആരെങ്കിലും ആണെങ്കിൽ ഇക്ക ഇങ്ങനെ പറയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെയൊക്കെ മാക്കി കേട്ടിട്ട് വിഡ്ഢികളായിട്ടുള്ള മക്കളെ നിങ്ങൾ ഇറങ്ങി തിരിക്കുമെന്ന് ഓർക്കുക. ഇവരൊക്കെ നിങ്ങളെ വെച്ച് ഉപയോഗിക്കുമെന്ന്. നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കാതെ ഇതുപോലുള്ള രാഷ്ട്രീയം വേണ്ടെന്നല്ല, പക്ഷേ ഇതുപോലെ ഇവരെ മോട്ടിവേഷനും കേട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അപ്പം അഞ്ജു പാർവതി പ്രബീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയിൽ നിന്നാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പുള്ളിക്കാരി എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് വരുന്നത് കണ്ട് സ്വന്തം ആസനം ലാത്തി കൊണ്ട് പൊളിഞ്ഞു അടരാതിരിക്കാൻ നാലുപാടും ചിതറി ഓടിയ എത്തേപ്പോയി കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് നടുറോഡിൽ ഇരുത്തി അറഞ്ചം പുറഞ്ചം തല്ലു വാങ്ങിക്കൊടുത്ത ഡബിൾ എഞ്ചിൻ ഹിക്കയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഐശ്വര്യം. എൻ്റെ പൊന്നു ബുൾബുൾ പൈതങ്ങളെ, നിങ്ങൾ ഈ ഹിക്ക പറയണത് കേട്ട് കൊടിയും പിടിച്ച് സമരത്തിന് ഇറങ്ങിയാൽ കേസും കൂട്ടവും ഒഴിഞ്ഞ് നേരം ഉണ്ടാവില്ല കേട്ടാ. ഇനി ഒടുക്കം വല്ലച്ചാതി തുണ്ട് വെച്ച് ഡിഗ്രി പാസ്സായാൽ കൂടി ഈ ഹിക്കാനെ പോലെ ക്യാനു എന്ന് പറയാൻ മാത്രമേ പഠിക്കൂ. അതിനുള്ള കപ്പാസിറ്റിയെ കാണൂ. ശരിയാണ്, ഞാൻ വിചാരിച്ച് ഇക്കടെ ക്യാനു ചേർത്തുള്ളൊരു മെഴുകൽ കാണുമെന്ന്. പക്ഷേ ഇന്ന് അതുണ്ടായില്ല. അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്ക എന്തായാലും ഇംഗ്ലീഷിലൊരു സ്പീച്ച് നടത്താൻ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഇക്കാൻ്റെ പിള്ളേരെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ക്യാനു ചേർത്തൊരു നല്ല പൊളപ്പ ഇംഗ്ലീഷ് അങ്ങോട്ട് കാച്ചിക്ക അങ്ങോട്ട് അതും കൂടെ അങ്ങ് കേൾക്കട്ടെ, പിള്ളേർ അതും കൂടെ കേട്ടങ്ങോട്ട് മോട്ടിവേറ്റ് ആയിക്കോട്ടെ അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പിള്ളേരെ ഇറങ്ങട്ടെ. ആ ക്യാനു ഇംഗ്ലീഷും മറ്റേ ബുൾബുൾ പ്രസിഡൻറ്റും പറയണ ശുക്ല പതാക മലയാളവുമായിട്ട് ജോലി അന്വേഷിച്ചിറങ്ങിയാൽ ഒരു പിണ്ണാക്കും കിട്ടില്ല. ഒടുക്കം ഗുൽമോഹർ ചോട്ടിലെ ചേച്ചി പെണ്ണുങ്ങളുടെ പോന്ന ദിവസങ്ങളുടെ കണക്കും എടുത്ത് ഗഞ്ച പച്ചിലിയും പുകച്ച് നാട്ടിനും വീട്ടിനും ഗുണമില്ലാത്ത ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ചൊറിയും കുത്തി നടക്കുക. ഇതെനിക്ക് രായമാണിക്യത്തിൽ മമ്മൂട്ടിയുടെ സ്ലാഗാന്ന് തോന്നുന്നു കേട്ടോ. ഇക്കായ്ക്ക് 365 ദിവസവും എയറിൽ പോകാൻ തക്ക ആംബിയർ ഉണ്ട്. നിങ്ങൾ പിള്ളേർക്ക് സമരത്തിനിറങ്ങി ചൂരൽ കഷായവും തല്ലും വാങ്ങി നേരെ ചൊവ്വയെ അതോ വായു ഇടാൻ പോലുമുള്ള ആവത് കിട്ടൂല കേട്ടാ എന്നാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ ഹിക്കാടെ മോട്ടിവേഷൻ കേട്ട് ഇതുപോലെ അടിവേടിക്കാൻ ഇറങ്ങുന്ന മക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടവും ഇതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. അതിനുശേഷം രാഹുലുമായിട്ടുള്ളൊരു ഡിബേറ്റ്, ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഇന്ന് ഇക്കാൻ്റെ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ളൊരു ഡിബേറ്റിൽ നമ്മളെ ലുട്ടാപ്പി റഹീമും രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ഡിബേറ്റ്, പഴയൊരു ഡിബേറ്റ് എനിക്ക് ഓർമ്മ വന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചുതരാം. അതിനകത്ത് നമ്മൾ ലുട്ടാപ്പി റഹീമിനെ എയറിൽ കയറ്റി വിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഞാൻ കണ്ടത്. ലുട്ടാപ്പി റഹീമിൻ്റെ അടപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പം രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SFIക്കാരോടാണ്. ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിൽ എടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ. അടങ്ങിയിരിക്കണം. ഓക്കെ, ഞാൻ ഈ രാഹുലിൻ്റെ ഒരു ഡിബേറ്റിൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. അപ്പോൾ എനിക്കിപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഡ്ഢി മോട്ടിവേഷനും കേട്ടുകൊണ്ട് ഇതിൻ്റെ പിറകെ ഇറങ്ങുന്ന ഒരുപാട് ഫ്യൂച്ചറുള്ള, ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള ചിലപ്പം നല്ല പഠിക്കുന്ന അറിവുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇതുപോലുള്ള മോട്ടിവേഷൻ കേട്ടിട്ട് ഇതിലേക്ക് ചെന്ന് വീഴുന്നത്, എടുത്തുചാട്ടങ്ങൾ കാണിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്വന്തം വീട്ടിലെ ആരെങ്കിലും ആണെങ്കിൽ, സ്വന്തം വീട്ടിലെ ചെറുക്കനെ കൊച്ചിനെ കാണും, ഈ പരിപാടിക്ക് വിടുവോ? ഈ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകൾ ഇല്ല, ആരും വിടത്തില്ല. അന്യൻ്റെ വീട്ടിൽ അവനിക്ക് പോയാൽ പോയി, ഇല്ലെങ്കിലില്ല എന്നൊരു മട്ടിലാണ് നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇവരൊക്കെ പറയുന്നതും കേട്ടുകൊണ്ട് ഇവരെ വാലാട്ടി നടക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് തല്ല് കൊള്ളാനും അടി മേടിച്ച് കൂട്ടാനും എന്നുള്ളൊരു ഇതാണ്, ഒരു അജണ്ടയുടെ പുറത്താണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നൊരു തെറ്റിദ്ധാരണ, ഒരു ചിന്താഗതിയുണ്ട്. അത് ഒരു കാരണവശാൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ റഹീമിൻ്റെ മോട്ടിവേഷനിലൊന്നും ചെന്ന് ഇതൊക്കെ കേട്ടിട്ട് ചെന്ന് വീഴുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച്, വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്, പഠിച്ച് ജോലി മേടിച്ച് നിങ്ങളെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോവുക. രാഷ്ട്രീയം വേണ്ടെന്നല്ല, രാഷ്ട്രീയം കൂടെ കൊണ്ടുപോകുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള രാഷ്ട്രീയം. ഇതുപോലെ അടി മേടിച്ച് കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ശരീരത്തിന് തന്നെയാണ് കേട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരടിയിൽ നമ്മളെ ചെവിയിലോ നമ്മളെ കണ്ണിലോ എവിടെയെങ്കിലും നമ്മളെ പല്ലിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു അടി കൊണ്ടുവന്നിരിക്കട്ടെ. ജീവിതകാലം മുഴുവൻ അതും വെച്ചുകൊണ്ട് നമ്മൾ നടക്കണ്ടേ? ആ ഒരു അവസ്ഥയും വെച്ചുകൊണ്ട് അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും രാഹുൽ റഹീമിനെ വലിച്ചു കീറുന്ന ഒരു ഡിബേറ്റിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇല്ലാത്തത് പോലും അപ്പൊ അതിനർത്ഥം അവർക്ക് പോലും ആത്മവിശ്വാസമില്ലാത്ത UDF തന്നെ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണത്. UDFിനെ ചോദിക്കട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. UDFിലെ രണ്ടാം നേതാവാണ്. ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? UDFിലെ വേറെ ഏതൊരു ഘടകകക്ഷി പറഞ്ഞിട്ടുണ്ടോ? UDFിലെ ഘടകകക്ഷി നേതാക്കൾക്ക് വിശ്വാസമില്ലാത്ത, പ്രതിപക്ഷ നേതാവിന് തന്നെ ആത്മവിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ ജനം അതുകൊണ്ട് ജനം തള്ളിക്കളയും. UDF തള്ളിക്കളഞ്ഞ കാര്യമാണ്, ജനം തള്ളിക്കളയും. അത് പുതുപ്പള്ളിയിൽ നിങ്ങൾക്ക് ബോധ്യാവും. അത്രേ പറയാം. രാഹുൽ മറുപടി പറഞ്ഞോട്ടെ. ഈ 1.72 കോടി രൂപയെന്ന
ഉള്ളത് മാധ്യമത്തിന് മറുപടി വേണ്ടേ 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 എന്റെ കയ്യിലും വെക്കാം ആവശ്യമെന്ന പുറത്തോട്ട് എടുക്കും ആവശ്യമെന്ന പുറത്തോട്ട് എടുക്കും ആവശ്യമെന്ന പുറത്തോട്ട് എടുക്കും ആവശ്യമെന്ന പുറത്തോട്ട് എടുക്കും അപ്പൊ ഇവിടെ മറുപടി ഇല്ല റഹീമിന് മറുപടി ഇല്ല സ്നേഹിതരെ അല്ലല്ല ഒരു കാര്യം അഭിലാഷേ ഡയറക്റ്റായ ചോദ്യം ഡയറക്റ്റായ ചോദ്യം ഞാൻ പറയട്ടെ ഡയറക്റ്റായ ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞു മുഹമ്മദ് റിയാസിന് ഉത്തരം പറയാൻ ആർജവമില്ലാത്ത ചോദ്യം വീണ വിജയന് ഉത്തരം പറയാൻ ആർജവമില്ലാത്ത ചോദ്യം ഉത്തരം പറയാൻ ആർജവമില്ലാത്ത ചോദ്യം പിണറായി വിജയന് ഉത്തരം പറയാൻ ആർജവമില്ലാത്ത ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്തായാലും രാഹുൽ വലിച്ചേറി എയറിലോട്ട് വിട്ടിട്ടുണ്ട്. എന്നാലും 365 ദിവസം എയറിൽ പോകണമെന്ന അജണ്ട എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലുട്ടാപ്പി റഹീം. എന്തായാലും നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.